വയനാട് ഉരുൾപൊട്ടലിൽ നിന്ന് ആരും ഒന്നും പഠിക്കില്ല എന്നതാണ് സത്യം. മാധ്യമങ്ങളും സന്നദ്ധ സംഘടനകളും കളമൊഴിയുന്നതോടെ കവളപ്പാറയുടെയും കൂട്ടക്കല്ലിന്റെയും ഒക്കെ അവസ്ഥയാവും ചൂരൽമലയ്ക്കും ഉണ്ടാവുകയെന്നത് സാരം. ദുരന്തത്തെ അതിജീവിച്ചവരുടെ പുനരധിവാസവും കുട്ടികളുടെ വിദ്യാഭ്യാസവും ഒക്കെ സർക്കാരിന്റെയും സന്നദ്ധ സംഘടനകളുടെയും നേതൃത്വത്തിൽ നടക്കുമെങ്കിലും ഇനി ഇതുപോലുള്ള ദുരന്തങ്ങൾ ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ പേരിന് പോലും ഉണ്ടാകില്ല എന്നതാണ് ചരിത്രം. അതല്ലെങ്കിൽ ഇതിനു മുൻപുണ്ടായ ദുരന്തങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി ഒഴിവാക്കിയ ഗാഡ്ഗിൽ റിപ്പോർട്ട് പഠിക്കാനെങ്കിലും സർക്കാർ സമയം കണ്ടെത്തണമായിരുന്നു. ഈ ദുരന്തങ്ങൾ നമുക്ക് തന്ന മുന്നറിയിപ്പുകൾ വീണ്ടും അവഗണിക്കപ്പെടുമ്പോൾ ലക്ഷക്കണക്കിന് മനുഷ്യരുടെയും കേരളത്തിന്റെ പകുതി തന്നെ ഇല്ലാതാക്കാൻ ശക്തിയുള്ള മുല്ലപ്പെരിയാർ എന്ന ജലബോംബ് ഇന്നും ഭീഷണിയായി നമുക്ക് മുകളിൽ നിൽക്കുന്നു. മുൻപൊരിക്കൽ ഡാം ഡീകമ്മീഷൻ ചെയ്യണമെന്ന ആവശ്യം ശക്തമായി ഉയർന്നപ്പോൾ നമ്മുടെ രാഷ്ട്രീയ നേതാക്കളെ ഭീഷണിപ്പെടുത്തിയും തമിഴ്നാട്ടിലുള്ള മലയാളികളെയും അവരുടെ സ്ഥാപനങ്ങളെയും ആക്രമിച്ച് ഭീതിയുടെ അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് തമിഴ്നാട് ചെയ്തത്. കേന്ദ്ര സർക്കാരിലടക്കം സമ്മർദ്ദം സൃഷ്ടിച്ച അവർ അന്ന് ആ നീക്കത്തിന്റെ മുനയൊടിക്കുകയും ചെയ്തു. 50 വർഷം ഗ്യാരണ്ടി മാത്രമുണ്ടായിരുന്ന ഒരു അണക്കെട്ട് എങ്ങനെയാണ് 999 വർഷം പാട്ടത്തിന് കൊടുത്തതെന്ന് എത്ര തലമുകഞ്ഞാലും ഉത്തരം കിട്ടില്ല. ഇപ്പോ 50 കഴിഞ്ഞ് 100 വർഷവും കഴിഞ്ഞിരിക്കുന്നു. ഇനി 850 വർഷത്തിന് മേലുണ്ട് പോലും പാട്ടത്തിന് കൊടുത്ത ഈ കരാർ തീരാൻ. അഥവാ പാട്ടം എന്ന കരാർ സത്യമാണെങ്കിൽ ഡാം പുതുക്കി പണിയേണ്ടതല്ലേ? ഡാം പൊട്ടിക്കഴിഞ്ഞാൽ തമിഴ്നാടുമായിട്ടുള്ള കരാർ എങ്ങനെ പൂർത്തീകരിക്കും തുടങ്ങിയ ചോദ്യങ്ങൾ ആരോട് ചോദിക്കുമെന്ന് പോലും നിശ്ചയമില്ല. ജനങ്ങളെ ഇങ്ങനെ വെഡ്ഡിയാക്കാതെ ഭരണാധികാരികൾ മനുഷ്യജീവനുകൾക്ക് സഹജീവികൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കാണിക്കാൻ നോക്കുകയല്ലേ വേണ്ടത്. ആരോ പറഞ്ഞ പോലെ ചർച്ച ചെയ്താൽ ഓട്ടയടയുന്ന പൂർവാധികം ശക്തി ഉണ്ടാകുന്ന ലോകത്തിലെ ഒരേയൊരു ഡാമാണ് മുല്ലപ്പെരിയാർ. വയനാട് പോലുള്ള ദുരന്തങ്ങളിൽ ഒട്ടനവധി നന്മയുള്ള മനുഷ്യരെ നമ്മൾ കണ്ടിരുന്നു. അവരെയൊക്കെ കോർത്തിണക്കി പുതിയ ഡാമിന്റെ നിർമ്മിതിയെക്കുറിച്ച് എന്തുകൊണ്ട് ആലോചിച്ചുകൂടാ? ദുരന്തമുണ്ടാകുമ്പോൾ മാത്രം ആഹ്വാനം ചെയ്തു നിൽക്കാനുള്ളതല്ല CMDRF ഫണ്ട് എന്ന് കാണിച്ചു കൊടുക്കാനും വരാൻ സാധ്യതയുള്ള ദുരന്തങ്ങളെ തടുക്കാനും പുതിയ നാളെ വാർത്തെടുക്കാനും സാധിക്കുമെന്ന് തെളിയിക്കുവാനുള്ള ഇച്ഛാശക്തിയാണ് ഇനി നമുക്ക് വേണ്ടത്. അങ്ങനെയുള്ള രാഷ്ട്രീയ നേതൃത്വങ്ങൾ വരും വരെ നമ്മളെ കാക്കാൻ മുല്ലപ്പെരിയാറിന് ശക്തി നൽകണമേ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കാൻ മാത്രമേ നമുക്കിപ്പോൾ തരമുള്ളൂ.